പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പുമുളകിലെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഷോ റെഗുലറായിട്ട് കാണുന്നവർക്ക് മനസ്സിലായി കാണും, തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ആകെ ഷോ ഉള്ളത്. പക്ഷേ ഇന്നലെ വിഷു സ്പെഷ്യലായിട്ട് ശനിയാഴ്ച 3:30 ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കുറേ കാലത്തേക്ക് ശേഷം ആ റിവെഞ്ച് മോഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു ഹാപ്പി എപ്പിസോഡായിരുന്നു ഇന്നലത്തേത്. ഒരു സെലിബ്രേഷൻ എപ്പിസോഡ് തന്നെയായിരുന്നു എന്ന് പറയണം. പടവലത്തെ അമ്മയും ശങ്കരണ്ണനും ഹൈമവതിയും രാംകുമാറും എല്ലാവരും ചേർന്നൊരു സദ്യയൊക്കെ കഴിക്കുന്ന പോലെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. അതുപോലെ തന്നെ 2-3 ദിവസമായിട്ട് തുടർച്ചയായി എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലായി കാണും ഹൈമവതിയുടെ ഈ മാറ്റം. അതായത് ഇപ്പോൾ ഹൈമവതിയും രാംകുമാറും ബാലു ആൻഡ് ഫാമിലിയായിട്ട് ഭയങ്കര ഒരു അടുപ്പത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിവരെ ഒരു അടിപിടിക്കൊന്നും പോവാതെ ഭയങ്കര സ്നേഹത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട എപ്പിസോഡ് വരെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. അന്ന് അഞ്ചാക്ക് വെച്ചൊക്കെ ബാലുവാണ് അത് തലയിൽ തട്ടാൻ കാരണം എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര അടി ഉണ്ടാക്കിയ ആ എപ്പിസോഡിൻ്റെ അടുത്ത എപ്പിസോഡ് തന്നെ ഹൈമവതിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ടക്കുന്നൊരു ചേഞ്ചാണ് അവിടെ കണ്ടത് നമ്മൾ. എന്തുകൊണ്ടാണ് ആ ചേഞ്ച് സംഭവിച്ചതെന്ന് ഇതുവരെ ഒരു പിടിയില്ല. പെട്ടെന്നൊരു ട്രാൻസ്ഫർമേഷൻ, അതും ഹൈമവതി പോലുള്ളൊരു ക്യാരക്ടർ എന്ന് ആരും പ്രതീക്ഷിക്കാത്തതാണ്. അതന്നെ ഇപ്പം ഷോ ഒന്നും മനസ്സിലാക്കാൻ തന്നെ കഴിയുന്നില്ല. ഫുള്ളും മിസ്റ്ററി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് എപ്പിസോഡ് ഹാപ്പി ആയിരിക്കും, അടുത്ത എപ്പിസോഡ് റിവെഞ്ച് ആയിരിക്കും, പിന്നെ എമോഷണൽ ആയിരിക്കും. ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിന് സ്വന്തം ഭർത്താവായ രാംകുമാർക്ക് പോലും ഹൈമവതിയുടെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഹൈമവതിയുടെ ആ ചേഞ്ചിൽ രാംകുമാർക്ക് തന്നെ കുറേ ഡൗട്ടുകളുണ്ട്. രാത്രി പെട്ടെന്ന് വണ്ടിയെടുത്ത് എങ്ങോട്ടോ പോകണു, രാംകുമാർ അത് നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ മിസ്റ്ററി എന്താണ് എന്നുള്ളത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ ഹൈമവതിക്ക് പ്ലാനിട്ട് കൊടുക്കുന്ന ആരെങ്കിലും ഷോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ അത് കാരണമായിരിക്കും ഹൈമവതിയുടെ ഈ ചേഞ്ച്. ഇടയ്ക്ക് രാംകുമാർ ഹൈമവതിയോട് പറയുണ്ടായി, ദിയെ കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെയും നിന്ന് എന്നേ പറ്റൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഹൈമവതി ബർത്ത്ഡേക്ക് ക്ഷണിച്ചതും ഇന്നലെ വിഷുക്ക് പോയി അവിടെ പോയി ആഘോഷിച്ചതുമെല്ലാം. ഏതായാലും ഹൈമവതിയുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് ഒരു ഗസ്സിങ്ങും കിട്ടാതെയാണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹൈമവതിയുടെ ഈ ചേഞ്ചസ് അതൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം. കാരണം ഹൈമവതിയെ പോലുള്ള ഒരു ക്യാരക്ടർ പെട്ടെന്ന് ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതുകൊണ്ട് ഈ വരുന്ന ആഴ്ച നമുക്കൊരു ഫൈറ്റ് എപ്പിസോഡ് ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഷോ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.